ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 29/6/2024 നടന്ന WCPO എക്സാമിനേഷൻ്റെ മാത്സ് പാർട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 51ാമത്തെ ക്വസ്റ്റ്യൻ, 1, 5, 14 എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേര്. ആൻസർ ഓപ്ഷൻ എ, സ്തൂപിക സംഖ്യകൾ. അപ്പോൾ 1, 5, 14 എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേരാണ് സ്തൂപിക സംഖ്യകൾ. അപ്പോൾ സ്തൂപിക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണവർഗം വ്യത്യാസമായി വരുന്ന സംഖ്യകളാണ് സ്തൂപിക സംഖ്യകൾ. നമുക്ക് നോക്കാവുന്ന 1, 5, 14 അല്ലേ? അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എത്രയാ? ഇവിടെ 4 വരും അല്ലേ? 5ൽ നിന്ന് 1 കുറച്ചാൽ 4. ഇവിടെ 14ൽ നിന്ന് 5 കുറച്ചാൽ എത്ര വരും? 9 അല്ലേ? ഇനി ഇവിടെ എത്ര ആയിരിക്കും വരുന്നത്? 9 ആണെങ്കിൽ ഇവിടെ 16 ആയിരിക്കും അല്ലേ? 14 + 16 എത്ര കിട്ടും? 30. അപ്പം 1, 5, 14, 30. ഇനി അടുത്ത എത്ര ആയിരിക്കും? 25 ആയിരിക്കും ഇവിടെ വ്യത്യാസം വരുന്നത്. അപ്പം 30 + 25 2 5 55 എന്നായിരിക്കും അടുത്ത സംഖ്യ വരുന്നത്. അപ്പം അങ്ങനെ പൂർണ്ണവർഗം വ്യത്യാസമായി വരുന്ന സംഖ്യകളാണ് സ്തൂപിക സംഖ്യകൾ. 52ാമത്തെ ക്വസ്റ്റ്യൻ, 3 സംഖ്യകളുടെ തുക 572. ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ്. മൂന്നാമത്തേത് ഒന്നാമത്തേതിൻ്റെ 1/3 എങ്കിൽ അവയിൽ ഒരു സംഖ്യ താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പം 3 സംഖ്യകളുടെ തുകയാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് സംഖ്യകളൊന്നും തന്നിട്ടില്ല. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. തുക എന്ന് പറയുന്നത് 572 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുക എത്രയാണ്? 572. അപ്പം സംഖ്യകളൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് സംഖ്യ എക്സ് എന്നങ്ങ് എടുക്കാം. ഒരു സംഖ്യ എക്സ്. അപ്പം പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തതിൻ്റെ ഇരട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് രണ്ടാമത്തെ സംഖ്യയായിട്ട് എടുത്താൽ, ഈ എക്സ് രണ്ടാമത്തെ സംഖ്യയായിട്ട് എടുത്താൽ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 2x ആയിരിക്കും അല്ലേ? അതിൻ്റെ ഇരട്ടിയല്ലേ ഒന്നാമത്തത്. ഇനി മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നതോ ഒന്നാമത്തതിൻ്റെ 1/3. അപ്പോൾ ഒന്നാമത്തെ സംഖ്യയുടെ, അതായത് 2x-ൻ്റെ എന്ന് പറയുമ്പോൾ ഗുണം കൊടുക്കുക. 2x-ൻ്റെ 3/1. അപ്പോൾ സംഖ്യകൾ 3 നമുക്ക് എങ്ങനെ എഴുതാം? 2x x 2x × 3/1 എന്ന് പറയുന്നത് 2x / 3. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത്? 2x × 3/1. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് ഗുണിച്ചാൽ പോരെ? ഈ 2x-ൻ്റെ ഛേദം എന്ന് പറയുന്നത് 1. അപ്പോൾ ഏത് സംഖ്യയെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ സംഖ്യ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ 1 എഴുതിയാലും 1 എഴുതിയില്ലെങ്കിലും 2x തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇവിടെ 1 എഴുതിയത്. അപ്പം ഇത് ഗുണിക്കുക, ഇത് ഗുണിക്കുക. എങ്ങനെ? 2x × 1 2x / 3 × 1 3. അങ്ങനെയാണ് ഇവിടെ 2x / 3 എന്ന് കിട്ടിയത്. അപ്പോൾ സംഖ്യകൾ കിട്ടി. 2x x 2x / 3. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 2x x 2x / 3. അപ്പോൾ ഇതിനെ 3നെയും കൂടെ കൂട്ടിയപ്പോഴാണ് 572 കിട്ടിയത്. അപ്പോൾ ഇവിടെ വിട്ട് എഴുതാം 2x + x + 2x / 3 = 572. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഇത് 3ഉം കൂടെ കൂട്ടി കിട്ടിയത് 572 ആണ്. അപ്പോൾ ഇതിനെ കൂട്ടാം. അപ്പോൾ ഇതിന് ഛേദമില്ലാത്തത് കൊണ്ട് 2x-നും x-നും ഛേദമില്ലാത്തതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ അങ്ങ് കൂട്ടാം. അപ്പോൾ എങ്ങനെ കിട്ടും? 2x + x 3x + 2x / 3 2x / 3. അപ്പം ഭിന്നസംഖ്യ എങ്ങനെയാണ് കൂട്ടുന്നത്? ഇപ്പം 3x എന്ന് പറയുന്നത് 3x-ൻ്റെ അടിയിൽ ഛേദം 1 ആണ് അല്ലേ? ഏത് സംഖ്യയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പോൾ 1 എഴുതിയാലും 3x തന്നെ ആയിരിക്കും. ഇനി ഇതിനെ ഇങ്ങനെ ഗുണിക്കുക, ഇതിനെ ഇങ്ങനെ ഗുണിക്കുക, ഇത് രണ്ടും ഇങ്ങനെ ഗുണിക്കുക. ഇത്രയേ ഉള്ളൂ ഭിന്നസംഖ്യ കൂട്ടുന്നത്. അപ്പോൾ നോക്കാം. 3 × 3x 3 × 3x എന്ന് പറയുന്നത് 9x. 3 × 3 9. പിന്നെ x
9x അധികം അതുപോലെ ഇടുക 2 ഗുണം 1 2x ഗുണം 1 2x ഡിവൈഡഡ് ബൈ അതുപോലെ ഇടുക. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 3 ഗുണം 1 എത്ര കിട്ടും? 3 കിട്ടും. അപ്പം എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ കൂട്ടുന്നത്? സീക്വൽ ടു എത്രയാണത് കൂട്ടിപ്പം 572 തന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് എടുത്തെഴുതാം. 9x അധികം 2x ഡിവൈഡ് ബൈ 3 ഇസിക്കൽ ടു 572. അപ്പം ഇനി എന്ത് ചെയ്യും? ഇവിടെയും ഒന്നാണല്ലോ ഛേദം. മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത്. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എത്ര കിട്ടും? 9x അധികം 2x ഗുണം 1 9x അധികം 2x ഗുണം 1 ഇത് തന്നെയല്ലോ ഇസിക്കൽ ടു 572 ഗുണം 3. അപ്പോൾ 9x അധികം 2x എന്ന് പറയുന്നത് 11x ആണ്. ഇസിക്കൽ ടു 572 ഗുണം 3 23 6 7 3 21 2 3 15 17 1716 കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? 1716 ഡിവൈഡ് ബൈ 11 സിക്കൽ ടു 1716 ഡിവൈഡഡ് ബൈ 11. അപ്പോൾ 1 11 11 17 11 കുറച്ചാൽ 6 കിട്ടും. ഈ 1 താഴെ ഇറക്കുക. 5 11 55 61 55 കുറച്ചാൽ 6 കിട്ടും. ഈ 6 താഴെ ഇറക്കുക. 11 6 66. അപ്പം 156 എന്നാണ് എക്സ് കിട്ടിയത്. 156 എന്ന് എക്സ് കിട്ടി. അപ്പം എക്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സംഖ്യയാണ് അല്ലേ? ആദ്യത്തെ സംഖ്യ എത്രയായിരുന്നു? 2x. ഇതിൻ്റെ ഇരട്ടിയായിരുന്നു. മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യത്തേതിൻ്റെ 3/1. അപ്പം 2x ഡിവൈഡ് ബൈ 3. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് കിട്ടി 156 എന്ന് കിട്ടി. ഇനി 2x അന്ന് 2x എത്രയായിരിക്കും? 156 ഗുണം 2 എത്ര കിട്ടും അന്നേരം? 12 6 2 12 ശിഷ്ടം 1 2 10 1 11 2 1 3 312 2x 312. മൂന്നാമത്തെ സംഖ്യ 2x ഡിവൈഡ് ബൈ 3. 2x എന്ന് പറയുന്നത് 312 ഡിവൈഡ് ബൈ 3. എത്ര കിട്ടി? 1 3 3. പിന്നെ ഇവിടെ അത് അടങ്ങാത്തത് കൊണ്ട് ഒരു 0 കൊടുക്കുന്നു. 4 3 12. മൂന്നാമത്തെ സംഖ്യ 104. അപ്പം സംഖ്യകൾ ഏതൊക്കെയാണ്? 312 156 104. അപ്പോൾ ഇവിടെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? അവയിൽ ഒരു സംഖ്യ താഴെ പറയുന്നവയിൽ ഏതാണ് എങ്കിൽ അവയിൽ ഒരു സംഖ്യ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യകൾ ഏതൊക്കെയാണ്? 312 156 104. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 104. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 53. എ ബി സി എന്നിവർക്ക് യഥാക്രമം 20 30 60 ദിവസങ്ങളിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. ഓരോ 3-ാം ദിവസവും ബി സി എന്നിവർ സഹായിച്ചാൽ എക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തീകരിക്കാൻ കഴിയും? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എ ബി സി എന്നിവർക്ക് യഥാക്രമം ഒരു ജോലി ചെയ്യാനായിട്ട് 20 30 60. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് എടുത്തെഴുതാം. എക്ക് 20 ദിവസം എടുക്കും. എ ഒരു ജോലി ചെയ്ത് തീർക്കാൻ 20 ദിവസം, ബി ഒരു ജോലി ചെയ്ത് തീർക്കാൻ 30 ദിവസം, സി ഒരു ജോലി ചെയ്ത് തീർക്കാൻ 60 ദിവസം എടുക്കും. അപ്പോൾ ഇതിൻ്റെ ആകെ ജോലി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇതിൻ്റെ LCM എടുത്താണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 20 30 60 അതിൻ്റെ LCM എടുക്കുക. 10 2 3 6 3 കൊണ്ട് 2 1 2 2 കൊണ്ട് 1 1 1. അപ്പോൾ LCM എന്ന് പറയുന്നത് 10 ഗുണം 3 ഗുണം 2. 10 ഗുണം 3 30 30 ഗുണം 2 60. അപ്പോൾ ഇതാണ് ആകെ
ജോലി എന്ന് പറയുന്നത്. ആകെ ജോലിയാണ് 60. ഇനി ഇതിൽ നിന്നും ഓരോരുത്തരുടെയും ജോലി ചെയ്യാനുള്ള കാര്യക്ഷമത കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആകെ ജോലിയെ ഓരോരുത്തർ ജോലി ചെയ്ത ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവരുടെ കാര്യക്ഷമത കിട്ടും. അത് കണ്ടുപിടിക്കാൻ നമുക്ക്. അപ്പോൾ ആകെ ജോലി 60. ഇപ്പോൾ എത്ര ദിവസം ജോലി ചെയ്താലാണ് ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസമാണ് എടുക്കുന്നത്? 20 ദിവസമാണ് എടുക്കുന്നത്. 20. ഇനി ആകെ ജോലി ബി ഒരു ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുക്കും? 30 ദിവസം എടുക്കും. ഇനി ആകെ ജോലി സി ജോലി ചെയ്ത് തീർക്കാൻ, ഒരു ജോലി ചെയ്ത് തീർക്കാൻ 60 ദിവസം എടുക്കും. അപ്പം എത്ര കിട്ടും? 3 2 വെട്ടിപ്പോവും, 2 വെട്ടിപ്പോവും, 6 1. അപ്പോൾ അവരുടെ കാര്യക്ഷമത എന്ന് പറയുന്നത് എ ബി സി എന്നിവരുടെ കാര്യക്ഷമത എയുടേത് 3, ബിയുടേത് 2, സിയുടേത് 1. അപ്പം ഒരു ജോലി ചെയ്യാനുള്ള എയുടെയും ബിയുടെയും സിയുടെ കാര്യക്ഷമതയാണ് 2, 3, 2, 1. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഓരോ 3-ാം ദിവസവും ബി സി എന്നിവർ എയെ സഹായിച്ചാൽ, അല്ലേ? അപ്പം ഓരോ 3-ാം ദിവസവും ബി സി എന്നിവർ എയെ സഹായിക്കുന്നു. പക്ഷെ 2 ദിവസം ആരൊറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നത്? എ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നത്. അപ്പം 3-ാം ദിവസം ആകുമ്പോൾ ബിയും സിയും എയെ സഹായിക്കും. അങ്ങനെ ചെയ്താൽ എക്ക് എത്ര ദിവസത്തിനുള്ളിൽ ആ ജോലി ചെയ്തു തീർക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് നോക്കാം. 1, 2 ദിവസങ്ങളിൽ എ എങ്ങനെ ജോലി ചെയ്യുന്നത്? കാര്യക്ഷമത 3 3. എത്ര ജോലി ചെയ്യും? 6 ജോലി ചെയ്യും, അല്ലേ? 1-ാമത്തെ 2-ാമത്തെ ദിവസം എ ചെയ്യുന്ന ജോലിയാണ് 6. ഇനി 3-ാമത്തെ ദിവസം ആകുമ്പോൾ എയുടെ കൂടെ ബിയും സിയും കൂടെ ജോലി ചെയ്യും. 2 1. ബിയുടെ കാര്യക്ഷമത 2, സിയുടേത് 1. അപ്പോൾ എത്ര കിട്ടും? 3 2 5 1 6 ജോലി. 3-ാം ദിവസം ആകുമ്പോൾ 6 ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ 3 ദിവസം കൊണ്ട് എത്ര ജോലി ചെയ്ത് തീർക്കും? ഒന്നാമത്തെ 2-ാമത്തെ ദിവസം 6 ജോലി, 3-ാമത്തെ ദിവസം 6 ജോലി. അപ്പോൾ 3 ദിവസം ആകുമ്പോൾ എത്ര ജോലി ചെയ്യും? 6 + 6 12 ജോലി ചെയ്ത് തീർക്കും, അല്ലേ? 6 + 6 12 ജോലിയാണ് ചെയ്ത് തീർക്കുന്നത് എ. അങ്ങനെയാണെങ്കിൽ 60 ജോലി ചെയ്ത് തീർക്കാൻ, ആകെ ജോലി 60 നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ 60 ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുക്കും? 3 ദിവസം. ഒന്ന് എഴുതാം. 3 ദിവസം ചെയ്യാനായിട്ട് 3 ദിവസം എത്ര ജോലി ചെയ്യും? 12 ജോലി ചെയ്യും. 12 ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ 60 ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ എക്സിൻ്റെ മുകളിലുള്ളത് 3 അല്ലേ? അപ്പം 3 × 60 ജോലി ചെയ്യാൻ 12-നേക്കാളും കൂടുതൽ ദിവസം എന്തായാലും എടുക്കുമല്ലോ. അപ്പം ആദ്യം 60 എഴുതുക, പിന്നീട് ഈ 12 താഴെ എഴുതുക. ഇതിനെ ഭാഗിച്ചാൽ പോലെ 12 × 5 60, അല്ലേ? 12 5 60. അപ്പം 3 × 5 15 ദിവസം. അപ്പം എത്ര ദിവസം എടുക്കും? എ ഒരു ജോലി ചെയ്ത് തീർക്കാൻ 15 ദിവസമാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഓപ്ഷനിലുണ്ടോയെന്ന്. ഉണ്ട്. ഓപ്ഷൻ ബി 15. ഇത്രയേ ഉള്ളൂ. 54-ാമത്തെ ക്വസ്റ്റ്യൻ. 4-ൽ 3, 1-ഉം 2-ൽ 1, 2-ഉം 4-ൽ 1 ഈ ശ്രേണിയിലെ പദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 4-ൽ 3, 1-ഉം 2-ൽ 1, 2-ഉം 4-ൽ 1. അപ്പം ഇങ്ങനെയാണ് പോകുന്നത് സംഖ്യാശ്രേണി, അല്ലേ? അപ്പോൾ ഇതിനകത്ത് കുറേ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പദമല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അങ്ങ് ഭാഗിക്കാം, അല്ലേ? അപ്പം 4-ൽ 3 എന്ന് പറയുന്നത് എത്രയാണ്? 3/4 എന്ന് പറയുന്നത്
75 അപ്പം നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. 4 അല്ലേ, ഇങ്ങനെയല്ലേ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ അടങ്ങാത്തത് കൊണ്ട് പോയിൻ്റ് കൊടുത്തു, ഇവിടെ ഒരു 0 കൊടുത്തു. 7 4 28. 2 ശിഷ്ടം, 2 അടങ്ങാത്തത് കൊണ്ട് ഒരു 0 കൊടുത്തു. 4 5 20. അപ്പം പോയിൻ്റ് 75 എന്ന് കിട്ടി. കലം എന്ന് പറയുന്നത് 75. അപ്പോൾ പോയിൻ്റ് 75 കിട്ടി. ഇനി അടുത്തത് 1 2 എങ്ങനെ ഇതിനെ മാറ്റുന്നത്? ഈ മിശ്ര ഭിന്നത്തെ മാറ്റുന്നത് എങ്ങനെയാണ്? ഇത് രണ്ടും കൂടെ ഗുണിക്കുക, ഇത് രണ്ടും കൂടെ കൂട്ടുക, ഇതതുപോലെ എഴുതുക. 2നെ അതുപോലെ എഴുതി. 2 ഗുണം 1 2 അധികം 1 3. 3/2 കിട്ടി. അപ്പോൾ ഇതിനെ നമുക്കിവിടെ ഭാഗിക്കാം. 3 ഭാഗം 2. 1 2. ഇവിടെ ഒരു 0 കൊടുത്തു, ഇവിടെ ഒരു പോയിൻ്റ് കൊടുത്തു. 2 ഗുണം 5 10. അപ്പോൾ 1.5 എന്ന് കിട്ടി. അപ്പം എങ്ങനെ നമുക്ക് കിട്ടിയത്? പോയിൻ്റ് 7.5 1.5 ഇങ്ങനെ 2 സംഖ്യകളാണ് കിട്ടിയത്. പിന്നെ ഇനി അടുത്ത ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് അടുത്ത ശ്രേണി കണ്ടുപിടിക്കുന്നത് നമ്മൾ? അപ്പം ഇതിനെ ആ ഭിന്നസംഖ്യയായിട്ടുള്ളതിനെ നമുക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയെടുത്തു അല്ലേ. ഇനി ഇതിൽ നിന്ന് അടുത്ത സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നതിന് ഈ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് സംഖ്യയിൽ നിന്നും ആദ്യത്തെ സംഖ്യ കുറച്ചാൽ മതി അല്ലേ. ഡി കണ്ടുപിടിക്കുന്നത് അങ്ങനെയല്ലേ. 1.5 മൈനസ് 0.75. അപ്പോൾ ഇവിടെ 0 കൊടുത്തു. 5 ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് 4 4 അടങ്ങാത്തതുകൊണ്ട് ഇപ്പുറത്തുനിന്ന് ഒന്നെടുത്ത് 14 7 14 0.75. അപ്പം പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 0.75 എന്ന് കിട്ടി. ഇനി ഈ 1.5 കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിൻ്റെ കൂടെ ഇനിയെല്ലാം പൊതുവ്യത്യാസം കൂട്ടി അങ്ങ് കൊണ്ടുപോയാൽ പോരെ. അപ്പം 0.75 1.5. ഇനി അടുത്ത എങ്ങനെ കണ്ടുപിടിക്കാം? 1.5 അധികം 0.75. 5 7 5 12 ശിഷ്ടം 1 1 1 2 2.25. ഇനി അടുത്ത സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? 2.5ൻ്റെ കൂടെ 0.75 കൂട്ടിയാൽ മതി. പൊതുവ്യത്യാസമാണ് 0.75. 5 5 10 7 2 9 10 ശിഷ്ടം 5 5 10ൻ്റെ ശിഷ്ടം 10 2 1 3. അടുത്ത സംഖ്യ 3. ഇനി അടുത്ത സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? 3ൻ്റെ കൂടെ 0.75 കൂട്ടുക. 0.75 കൂട്ടുക. 3 അധികം 0.75. അപ്പോൾ എത്ര കിട്ടും? 3.75. ഇനി അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് വേണം? 3.75ൻ്റെ കൂടെ 0.75 കൂട്ടുക അല്ലേ. 3.75 അധികം 0.75. 5 5 10 ശിഷ്ടം 1 7 14 15 ശിഷ്ടം 1 3 1 4. അപ്പം 4.50 കിട്ടി. 4.50 കിട്ടി. അപ്പം അതിനിടയ്ക്ക് 4 ഇല്ല, 4 വരത്തില്ല. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഈ ശ്രേണിയിലെ പദമല്ലാത്തത്. അപ്പം 4 വന്നില്ല അവിടെ. അപ്പം ആൻസർ ഓപ്ഷൻ ബി 4. ഇനി ഈ 2 6 9 ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഇതുപോലെ ചെയ്തങ്ങ് പോയാൽ മതി. കൂട്ടി 0.75 കൊണ്ട് കൂട്ടി അങ്ങ് പോയാൽ മതി. വേണമെങ്കിൽ കണ്ടുപിടിക്കാം, സംശയമുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷേ 4 ഇല്ലാത്ത സ്ഥിതിക്ക് അത് തന്നെ ആയിരിക്കും ആൻസർ. അതായത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 4.50 എന്നാണ് കിട്ടിയത് അല്ലേ. 4.50 അധികം, അപ്പുറത്തെ പേജ് ചെയ്ത് നോക്കാം. 4.50 അധികം 0.75. 5 7 12 ശിഷ്ടം 1 4 1 5 5.25 അധികം 0.75. 5 5 10 ശിഷ്ടം 1 7 2 9 10 ശിഷ്ടം 1 5 1 6 6 ഉണ്ട്. 6 കിട്ടി.
പിന്നെ 6ൻ്റെ കൂടെ 7.75 6.75. അതിൻ്റെ കൂടെ വീണ്ടും 0.75 കൂട്ടുമ്പോൾ 5 5 10 ഇഷ്ടമൊന്ന് 7 15 ഇഷ്ടമൊന്ന് 6 1 7. അതിൻ്റെ കൂടെ 0.75 5 7 5 12 ഇഷ്ടമൊന്ന് 7 1 8. ഇനി അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ 8.25ൻ്റെ കൂടെ 0.75 കൂട്ടുക. 5 5 10 ഇഷ്ടമൊന്ന് 7 2 9 10 ഇഷ്ടമൊന്ന് 8 1 9. അപ്പോൾ 6ഉം 9ഉം കിട്ടി. അപ്പോൾ നോക്കാം ഓപ്ഷനിലുണ്ടോയെന്ന്. 6ഉണ്ട്, 9ഉണ്ട്, 3ഉണ്ട് അല്ലേ. അപ്പോൾ ഇല്ലാത്തത് ആരായുള്ളൂ? 4 മാത്രമാണ് ഇല്ലാത്തത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 4. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 4 ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഈ സംഖ്യകളെല്ലാം 0.75 1.5 2.25 അങ്ങനെ ഈ സംഖ്യകളെല്ലാം നോക്കിയാൽ അതെല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 3ൻ്റെ ഗുണിതമല്ലാത്ത ഒരേ ഒരു സംഖ്യയേ ഉള്ളൂ 4 അല്ലേ. ഇതെല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണ്. ഒരേ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ 3ൻ്റെ ഗുണിതമല്ലാത്തത് 4. അപ്പം അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 55. 17/7.5 ഭാഗം 17/3.5 ഗുണം 17/4.5 ഈക്വൽ ടു 17 എത്രയാണ്? അപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ഭാഗിക്കാനുള്ളിടത്തെല്ലാം കുറയ്ക്കുക, ഗുണിക്കാനുള്ളത് കൂട്ടുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് നോക്കാം. 17/7.5 ഭാഗം 17/3.5 3.5 ഗുണം 17/4 4.5. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ഭാഗിക്കാനുള്ളതിൻ്റെ മേളിൽ കിടക്കുന്ന സംഖ്യ അങ്ങ് കുറയ്ക്കുക, ഗുണിക്കാനുള്ളതിൻ്റെ മേളിലുള്ളത് കൂട്ടുക. അപ്പോൾ ഇതിനെ കുറച്ച് കിട്ടിയ സംഖ്യ കൊണ്ട് ഇത് കൂട്ടുക, ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. 7.5 മൈനസ് 3 17 ഭാഗം 17/7.5 ഭാഗം 17/3.5. ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും? 7.5 മൈനസ് ഭാഗിക്കാനാണെങ്കിൽ കുറയ്ക്കുക 3.5. എത്ര കിട്ടും? 5 5 0. 7ൽ നിന്ന് 3 കുറച്ചാൽ 4. അപ്പം 4 കിട്ടും. അപ്പോൾ ആൻസർ 17/4 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 17/4നെ 17/4.5 കൊണ്ട് ഗുണിക്കുക. അതല്ലേ പറഞ്ഞേക്കുന്നത്. 17/4 ഗുണം 17/4.5. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് തമ്മിൽ എന്തോ ചെയ്യണം? കൂട്ടുക. അപ്പം 4 അധികം 4.5. അപ്പോൾ എത്ര കിട്ടും? 8.5. 17/8.5 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. 17/8.5 ആണ് ആൻസർ. ഉണ്ടല്ലോ. അപ്പം 8.5. അടുത്ത ക്വസ്റ്റ്യൻ 56. ഓരോ വർഷവും 15% വീതം വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. 2020 ഏകദേശം 20 കോടി ടൺ വേസ്റ്റ് ഉണ്ടെന്നാണ് കണക്കാക്കിയിരുന്നത്. എങ്കിൽ 2024 ആകുമ്പോൾ എത്ര ടൺ വേസ്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്? അപ്പോൾ ഇങ്ങനത്തെ കണക്ക് വരുമ്പോൾ ചെയ്യേണ്ടത് കൂട്ടുപലിശ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ പട്ടണത്തിലെ ജനസംഖ്യ വർദ്ധിക്കുന്നു അങ്ങനെയൊക്കെ കണക്ക് വരുന്നതല്ല. കൂട്ടുപലിശ ഇക്വേഷനാണ് ഇട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഏത് ഇക്വേഷനാണെന്ന് നോക്കാം നമുക്ക്. A = P × 1 + R/100 ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ P എന്ന് പറയുന്നത് എന്താണ്? 20 കോടി ടൺ അല്ലേ വരുന്നത്. P എന്ന് പറയുന്നത് 20 കോടി ടൺ. 20. R എന്ന് പറഞ്ഞാലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 15% അല്ലേ. 15. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പോൾ എത്രയാ? 2020 തൊട്ട് 24 വരെ എത്ര വർഷമുണ്ട്? 4 വർഷം. അപ്പം
4 n = 4. അതെങ്ങനെ കിട്ടിയത്? 2020 മുതൽ 24 വരെ 4 വർഷം. അതാണ് ഇവിടെ n, നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഈ ഇക്വേഷനകത്ത് ഇട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 1 പ്ലസ് p ഇൻറ്റു 1 പ്ലസ് p ഇൻറ്റു 1 പ്ലസ് r/100 റേസ് ടു n. p എന്ന് പറയുന്നത് 20 ഇൻറ്റു 1 പ്ലസ് 15/100 റേസ് ടു എത്ര വർഷമാണ്? 4 വർഷം. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 20 ഗുണം, ഇപ്പോൾ 1 അധികം 15/100 എങ്ങനെ മാറ്റിയെടുക്കാം? 1 അധികം 15/100 നേരത്തെ നമ്മൾ ചെയ്തു. ഇതുപോലെ ഒരു കണക്ക്. അപ്പോൾ എങ്ങനെയാണ് സംഖ്യ, ഒരു ഭിന്നസംഖ്യയും ഒരു പൂർണ്ണസംഖ്യയും കൂടെ കൂട്ടുന്നത്? അപ്പോൾ ഇതിനടിയിൽ ഇതിൻ്റെ ഛേദം എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഇങ്ങനെ ഗുണിക്കുക, ഇങ്ങനെ ഗുണിക്കുക. അപ്പോൾ എങ്ങനെ കിട്ടും? 100 ഗുണം 1 100 അധികം 15 ഗുണം 1 15 ഡിവൈഡ് ബൈ 100 ഗുണം 1 ഈ 100 ഇത് രണ്ടും കൂടെ. അപ്പോൾ 100 റേസ് ടു 4. അപ്പോൾ ഇതിനെ 4 വട്ടം ഗുണിക്കുക. അതിൻ്റെ കൂടെ 20 കൂടെ ഗുണിക്കുമ്പോൾ ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ 100 അധികം 15 115. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം 20 ഗുണം 115 ഡിവൈഡ് ബൈ 100 റേസ് ടു 4. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കാൻ നോക്കാം. 115 ഡിവൈഡ് ബൈ 100നെ 5 കൊണ്ട് നോക്കാം. 25 100 2 5 10 3 23. അപ്പോൾ ഇങ്ങനെ ഒന്നുകൂടെ കുറഞ്ഞ് കിട്ടി. 20 ഗുണം അടുത്ത പേജിൽ എഴുതാം. 20 ഗുണം 23 ഡിവൈഡ് ബൈ 20 റേസ് ടു 4 എന്ന് കിട്ടി. അപ്പോൾ എങ്ങനെ ഇതിനെ എഴുതാം നമുക്ക് എന്ന് വെച്ചാൽ 20 ഗുണം 23/20 ഗുണം 23/20 ഗുണം 23/20 ഗുണം 23/20 4 വട്ടം ഗുണിക്കുന്നു. അതാണല്ലോ റേസ് ടു 4. അപ്പോൾ 20 അങ്ങ് വെട്ടിപ്പോവാം. പോകത്തില്ലേ? അപ്പം 23 ഗുണം 23/20 ഗുണം 23/20 ഗുണം 23/20 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനെ ഗുണിച്ച് എടുക്കുക. കിട്ടുമ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ 23/20 നമുക്കൊന്ന് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടുന്നൊന്നും. 23 20 കൊണ്ട് വായിക്കാം. ഒരു വട്ടം 20 3 അടങ്ങത്തില്ല, അതുകൊണ്ടൊരു 0 കൊടുത്തു. 20 ഗുണം 1 20 20 10 കിട്ടി, ഒരു 0 കൂടെ കൊടുത്തു. 20 5 100. അപ്പം 23/20 നമ്മൾ ചെയ്തപ്പോൾ 1.15 എന്ന് കിട്ടി. അപ്പം നമുക്ക് 23/20 പകരം 1.15 എഴുതാം. അപ്പോൾ 23 ഗുണം 1.15 ഗുണം 1.15 ഗുണം 1.15. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഗുണിച്ചെടുത്താൽ മതി. ഭാഗിക്കുന്ന കാര്യം ഒന്ന് മാർക്ക് കിട്ടിയല്ലോ. ഇതെല്ലാം കൂടെ ഗുണിച്ചെടുക്കുമ്പോൾ ആൻസർ കിട്ടുന്നത് നിങ്ങൾ ഗുണിച്ച് നോക്കുക. 34.98 കോടി ടൺ. അപ്പോൾ അതല്ലേ അവിടെ ചോദിച്ചിരിക്കുന്നത്. കോടി ടണ്ണിലല്ലേ പറഞ്ഞിരുന്നത്? 20 കോടി ടൺ എന്നല്ലേ പറഞ്ഞത്. അപ്പം ഇതിനെല്ലാം കൂടെ ഗുണിച്ച് കൂട്ടിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് 34.98 കോടി എന്ന് കിട്ടി. കോടി ടൺ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. 34.98. ആൻസർ ഓപ്ഷൻ എ. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ വരുമ്പോൾ ഏറ്റവും ലാസ്റ്റിലേ ചെയ്യാവൂ, അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരുപാട് സമയം പോകും. അടുത്ത ക്വസ്റ്റ്യൻ 57. ഒരു വശം 2 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൽ വികർണം വൃത്തത്തിൻ്റെ വ്യാസമാണ് എങ്കിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര?
അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു സമചതുരത്തിൻ്റെ ഒരു വശം, സമചതുരം ശരിയായില്ല, സമചതുരം ഒരു വശം എന്ന് പറയുന്നത് 2. സമചതുരത്തിൻ്റെ വശം എന്ന് പറയുന്നത് എ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ = 2 ആണ്. അപ്പോൾ വികർണം എന്ന് പറയുന്നത് ഇതാണ് വികർണം. അപ്പോൾ വികർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്, സമചതുരത്തിൻ്റെ വികർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ a√2. അപ്പോൾ a√2 എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? വൃത്തത്തിൻ്റെ വ്യാസം. a√2 എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരം എത്രയായിരിക്കും? ആരം എന്ന് പറയുന്നത് വ്യാസത്തിൻ്റെ പകുതിയാണ്. അതായത് a√2ൻ്റെ പകുതിയായിരിക്കും. പകുതി എന്ന് പറയുമ്പം 2. അതായത് a√2 എന്ന് പറയുന്നത് 2√2. a എന്ന് പറയുന്നത് 2 അല്ലേ? 2√2. അതിൻ്റെ പകുതിയായിരിക്കും ആരം. അപ്പോൾ എത്ര കിട്ടും? √2. ആരം എന്ന് പറയുന്നത് √2. ആരം √2. ആരം √2 എന്ന് കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വൃത്തത്തിൻ്റെ ചുറ്റളവ്. വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 2πr. ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ്. ഇപ്പം എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത്. 2 × π × r എന്ന് പറയുന്നത് √2. അപ്പം എത്ര കിട്ടും? 2√2π. എല്ലാം കൂടെ ഗുണിക്കുമ്പം 2√2π എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. 2√2π. ആൻസർ ഓപ്ഷൻ സി, 2√2π. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 58. കമ്പ്യൂട്ടർ എന്ന വാക്കിനെ PMOCRETU എന്ന് എഴുതാമെങ്കിൽ ഡെസിഫിയർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കമ്പ്യൂട്ടറിനെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? PMOCRETU. ഇതെങ്ങനെ എഴുതിയേക്കുന്നതെന്ന് നോക്കൂ. ഇവിടെ വച്ചിട്ട് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയേക്കുമല്ലേ. PMOC ഉണ്ടോ? UTER RETU അങ്ങനെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പം ഇതേ മോഡൽ തന്നെ ആയിരിക്കുമല്ലേ മറ്റേ വാക്കിൻ്റെയും. ഒന്ന് എഴുതി നോക്കാം നമുക്ക്. ഡെസിഫിയർ ഡിവൈഡ് ചെയ്തു. ഇവിടെ അങ്ങോട്ട് തിരിച്ചിട്ടങ്ങ് എഴുതി. DECIREHP. അപ്പം ഇങ്ങനെ ഒരെണ്ണം ഉണ്ടോ എന്ന് നോക്കാം. ICEDREHP എന്നും പറഞ്ഞ് ICEDREHP ഉണ്ടല്ലോ. ഓപ്ഷൻ എ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 59. ഒയുടെ അച്ഛനാണ് എം, ക്യൂയുടെ മകനാണ് പി, എമ്മിൻ്റെ സഹോദരനാണ് എൻ, പിയുടെ സഹോദരിയാണ് ഒ എങ്കിൽ എന്നും ക്യൂവും തമ്മിലുള്ള ബന്ധമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഒയുടെ അച്ഛനാണ് എം. അച്ഛനാണ് എം. പിന്നെന്തോ പറഞ്ഞേക്കുന്നത്? ക്യൂയുടെ മകനാണ് പി. അപ്പോൾ ഒയും എമ്മും ആയിട്ട് ബന്ധമുള്ള ഒന്നും അവിടെ ഇല്ല. അങ്ങനെയുള്ള ഒരെണ്ണം നോക്കാം. അപ്പോൾ എമ്മിൻ്റെ സഹോദരനാണ് എൻ. അപ്പോൾ ഇവിടെ ഒരു ബന്ധമായി. എമ്മിൻ്റെ സഹോദരൻ. അപ്പോൾ എമ്മിൻ്റെ സഹോദരനാണ് എൻ എന്ന് പറയുന്നത്. എമ്മിൻ്റെ സഹോദരൻ. പിന്നീട് പിയുടെ സഹോദരിയാണ് ഒ. അപ്പോൾ ഒയുമായിട്ടുള്ളൊരു ബന്ധം വന്നു. പിയുടെ സഹോദരിയാണ് ഒ. പിയുടെ സഹോദരി ഒ.
പിയുടെ സഹോദരിയാണ് ഒ എന്ന് പറയുന്നത്. പിന്നീട് എങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്നും ക്യൂവും തമ്മിലുള്ള ബന്ധം, എന്നും ക്യൂവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ക്യൂയുടെ മകനാണ് പി. അപ്പോൾ ക്യൂവിൻ്റെ മകനാണ് പി എന്ന് പറയുമ്പോൾ ഒയുടെ അച്ഛൻ, ഇവർ രണ്ട് സഹോദരങ്ങളാകുമ്പോൾ ഇത് ക്യൂ എന്ന് പറയുന്നത് അമ്മയായിരിക്കും അല്ലേ? ഇത് അച്ഛൻ, ഇത് അമ്മ. അങ്ങനെ ആകുമ്പോൾ എന്നും ക്യൂവും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? അനിയനാണ് അല്ലേ? പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് അളിയൻ എന്നാണ് കൊടുത്തേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 60. വിട്ടുപോയ സംഖ്യ ഏത്? ഇതിനകത്ത് ഒരു സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്, ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അപ്പോൾ അവിടുത്തെ സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. 10ഉം 12. അപ്പോൾ 12 - 10 2. 15 - 12 എത്ര കിട്ടും? 3. പിന്നീട് 20 - 15 5 വ്യത്യാസം. 27 - 20 7. 38 - 27 11. 51 - 38 13. 13 കിട്ടി. പിന്നീട് 68 - 51 17 കിട്ടി. പിന്നീട് 68 അടുത്ത സംഖ്യ അറിയത്തില്ല. അപ്പോൾ ഇവിടെ എന്ത് നോക്കാം? ഈ കിട്ടിയ സംഖ്യകളെല്ലാം കൂടെ ഇവിടെ നിന്ന് എഴുതി നോക്കാം. 2 3 5 7 11 13 17 ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കൂടെ കൂടി പോകുന്നത്. അപ്പോൾ ഈ സംഖ്യയൊക്കെ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ? ഇതൊരു അഭാജ്യ സംഖ്യകളാണ്. ഇതെല്ലാം അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് ആണ്. അതായത് ഈ സംഖ്യകൾക്ക് ഘടകങ്ങൾ 1ഉം ആ സംഖ്യയും മാത്രമായിരിക്കും, വേറെ ഘടകങ്ങളൊന്നുമില്ല. 2ന് 2ഉം 1ഉം മാത്രമാണ് ഘടകങ്ങൾ. വേറെ ഘടകങ്ങളുണ്ടോ? 3ന് 3ഉം 1ഉമാണ് ഘടകങ്ങൾ, വേറെ ഘടകങ്ങളില്ല. അതേസമയം പിന്നെ 6 ആണെങ്കിലോ, 6 നോക്കൂ, 3 × 2 2 ഘടകങ്ങളുണ്ട്. 3 ഉണ്ട് 2 ഉണ്ട് 6ൻ്റെ ഘടകങ്ങൾ. അപ്പോൾ ഈ സംഖ്യകളെല്ലാം, ഇപ്പം നമുക്കിതിൻ്റെ വ്യത്യാസമായിട്ട് കിട്ടിയ സംഖ്യകളെല്ലാം അഭാജ്യ സംഖ്യകളാണ് അഥവാ പ്രൈം നമ്പേഴ്സാണ്. അങ്ങനെ വരുമ്പോൾ ഇനി അടുത്ത സംഖ്യ ഏതായിരിക്കും? 17 കഴിഞ്ഞിട്ട് വരുന്നത് 19 ആയിരിക്കും. അടുത്ത അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 19 ആണ് അടുത്ത അഭാജ്യ സംഖ്യ. അപ്പോൾ 68ൻ്റെ കൂടെ എത്രയാണ് കൂട്ടേണ്ടതിനി? 19. നമുക്ക് കൂട്ടി നോക്കാം. 68 + 19 എത്ര കിട്ടും? 9 കിട്ടും. 17 ശിഷ്ടം 1 6 7 8 87 എന്നാണ് കിട്ടുന്നത്. 87 ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. ആൻസർ ഓപ്ഷൻ സി 87. അപ്പം എങ്ങനെയാണ് ഇത് കിട്ടിയത്? ഇതിൻ്റെ എല്ലാം വ്യത്യാസം നോക്കുന്നു. വ്യത്യാസം എത്ര സംഖ്യകളായിട്ടാണ് പോകുന്നത്? ഒരു അഭാജ്യ സംഖ്യകളാണ് ഇതിൻ്റെ എല്ലാം വ്യത്യാസം. അങ്ങനെ വരുമ്പോൾ അടുത്ത ഒരു അഭാജ്യ സംഖ്യയുടെ ഇതിൻ്റെ കൂടെ അടുത്തൊരു അഭാജ്യ സംഖ്യയും കൂടെ കൂട്ടുമ്പോൾ അടുത്ത സംഖ്യ കിട്ടും. അങ്ങനെ കിട്ടിയത് 87 ആണ്. 68ൻ്റെ കൂടെ 19 കൂട്ടുന്നു. 19 ആണ് അടുത്ത അഭാജ്യ സംഖ്യ. 17 വരെ വന്നു, അടുത്തത് 19 കൂട്ടുമ്പോൾ 87 കിട്ടി. അപ്പോൾ ആൻസർ 87 ഓപ്ഷൻ സി. ഇത്രയേ ഉള്ളൂ.